കേരള കാർഷിക സർവകലാശാലയിലെ അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതിയായ STCR-ന്റെ ഭാഗമായി കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ തണ്ണിമത്തൻ കൃഷിക്കുള്ള വളപ്രയോഗത്തിന്റെ ടെസ്റ്റ് വെരിഫിക്കേഷൻ ട്രയൽ ആരംഭിച്ചു. 2.5 മാസക്കാലമാണ് ട്രയൽ കാലാവധി. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ 2 പ്ലോട്ടുകളാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുത്ത പുരയിടത്തിലെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായവും ആവശ്യം വേണ്ട മൂലകങ്ങളും മാത്രം ലഭ്യമാക്കിക്കൊണ്ടാണ് ട്രയൽ നടത്തുന്നത്. കൃത്യമായ പോഷകങ്ങൾ നൽകിയും മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിയും ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പദ്ധതിയുടെ നിർദ്ദേശമനുസരിച്ച് കർഷകർ വളപ്രയോഗം നടത്തണം. നല്ല സൂര്യപ്രകാശവും ജലസേചന സൗകര്യവുമുള്ള സ്ഥലമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കിഴൂരിലെ അമുൽ രാജിന്റെ സ്ഥലവും കാണിയാമ്പാലുള്ള സുബൈദയുടെ സ്ഥലവുമാണ് തെരഞ്ഞെടുത്തത്. ഷുഗർ ബേബി ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് കൃഷിക്കായി നൽകിയത്. കഴിഞ്ഞ വർഷം കാണിയാമ്പാൽ പാടശേഖരത്തിൽ 1 ഹെക്ടർ സ്ഥലത്തു നിന്നും 5000 കിലോയോളം തണ്ണിമത്തൻ വിളവെടുത്തിരുന്നു. മണ്ണിനെ സുസ്ഥിരത കൈവരിപ്പിച്ച് കൃത്യമായ പോഷകമൂല്യങ്ങൾ നൽകി യൂണിവേഴ്സിറ്റിയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ ആരംഭിച്ച കൃഷി വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മാർക്കറ്റിംഗ് വിഭാഗം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത്ത് തണ്ണിമത്തൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭ കൃഷി ഓഫീസർ S. ജയൻ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ സ്മിത ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളെയും സുസ്ഥിര കൃഷി രീതികളെപ്പറ്റിയും ഫാം ഓഫീസർ K. അർച്ചന കർഷകർക്ക് വിശദീകരിച്ചു. സ്കിൽഡ് അസിസ്റ്റന്റ് EB രമ്യ, ലാബ് അസിസ്റ്റന്റ് K. ദമയന്തി, അമുൽ രാജ്, സുബൈദ എന്നിവർ പങ്കെടുത്തു.